ഞാൻ ഈ പുല്ലെല്ലാം വായിച്ചിട്ടുള്ളൊരുത്തനെ. ഈ ദിവ്യ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പുല്ല് വായിച്ചവനാണ്. അതിനകത്ത് മുഴുവനും ഇങ്ങനെ പറയും, നാളെ നിങ്ങൾക്ക് വയറ്റിളക്കം വരും എന്ന് എഴുതി വെച്ചാൽ 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന വയറ്റിളക്കം നിങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ബാക്കി മുഴുവനും കള്ളം പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കുന്നവരുടെ വ്യാഖ്യാനം, ഇതിനെല്ലാം വ്യാഖ്യാനക്കാരുണ്ട്. ഇപ്പോൾ ഖുർആന് ഹദീസ് എന്ന് പറഞ്ഞ വ്യാഖ്യാനമുണ്ട്. ഇവിടുത്തെ ബ്രഹ്മസൂത്രത്തിന് ഒരു 10 വ്യാഖ്യാനമുണ്ട്. എന്താണ്, ഭഗവത്ഗീത എടുത്ത 500 വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനക്കാരന്മാർ അതാത് കാലത്ത് ആളെ പറ്റിക്കാൻ വേണ്ടി അവനറിയുന്ന അറിവും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പറയുക ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പോയി വായിക്കത്തില്ല, അതവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് മെനക്കെടാൻ നിങ്ങൾ പോകത്തില്ലെന്നറിയാം. ഇവൻ്റെ എല്ലാം വ്യാഖ്യാനത്തിനകത്ത്, അല്ലാതെ ഈ ഒരു പുല്ലും ഇതിനകത്തൊന്നുമില്ല.